ഫെലിസിറ്റേഷന് വേണ്ടി ഇയാളെ വിളിക്കാം. ഇയാൾ കഴിഞ്ഞ ആബിദ, ആബിദ കഴിഞ്ഞ സദാന, സദാന കഴിഞ്ഞ സ്നൈറ്റിയെ വിളിക്കാം. അടുത്ത ഇബ്രാഹിം ഹാറൂൺ അപ്പോഴേക്ക് ഞാൻ വരാം. കൂടി കുറവുകൂടി നൽകുന്നതിന് വേണ്ടി ആബിദ മൻസൂറിനെ ക്ഷണിക്കുന്നു സാദരം. അമൻ റാസി നൽകുന്നത് അസ്മ സലീം. ആയിഷ ജസ നൽകുന്നത് സദാനന്ദൻ സർ. അടുത്ത അംന ഫാത്തിമ. ആ വിദ്യാർത്ഥി ഗൾഫിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെല്ലിപ്പ നമ്മൾ മുഹമ്മദ് കരിങ്കുറയിലെ സാറെ സാധനം ക്ഷണിക്കുന്നു. ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ്. നൽകുന്നത് സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി മുസ്തഫ പാറമ്മൽ. മുഹമ്മദ് റൈഹാൻ പി. മുഹമ്മദ് റൈഹാൻ പി. നൽകുന്നത് പി ടി എ പ്രസിഡന്റ് അബ്ബാസ് അലി സാർ. സാർ സാധനം ക്ഷണിക്കുന്നു. അടുത്തത് ഏഴാം ക്ലാസ്സിൽ നിന്ന് ടോപ്പ് പ്ലസ് നേടിയ വിദ്യാർത്ഥികളാണ്. അവരിവിടെ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് റയാൻ വി പി. ആ വിദ്യാർത്ഥിയുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാലിക ബിൻസിനെ ക്ഷണിക്കുന്നു. കൊടുക്കുന്നത് സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ സുൽഫിക്കർ അലി സാർ. സാധാരണ ക്ഷണിക്കുന്നു. സയ്യിദ് മുഹമ്മദ് ഫഹീം തങ്ങൾ. ആ വിദ്യാർത്ഥി ഗൾഫിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധിച്ച് അദ്ദേഹത്തിൻ്റെ എളാപ്പ അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ഇസ്മായിൽ സാറെ ക്ഷണിക്കുന്നു. ഫാദി അബാൻ. നൽകുന്നത് ഷിയാബുദ്ദീൻ എന്ന ബാബ. സാധാരണ ക്ഷണിക്കുന്നു. നൽകുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ മുഹമ്മദ് കരിങ്കുറയിൽ സാധാരണ ക്ഷണിക്കുന്നു. മുഹമ്മദ് ഹാദിൻ. വിദ്യാർത്ഥിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രദർ മേടിക്കുന്നുണ്ട്. നൽകുന്നത് നാസർ നെയ്യത്തൂർ. ഇതോടുകൂടെ ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഇതേപോലെ നല്ല വിജയങ്ങൾ കരസ്ഥമാക്കാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി ഈ സ്ഥാപനത്തിൽ മദ്രസ അവാർഡുകൾ കരസ്ഥമാക്കാൻ പ്രാപ്തരാക്കിയ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി 5 ടോപ്പ് പ്ലസും ഡിസ്റ്റിങ്ഷനും 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ അവരെ സഹായിച്ച മിസ്റ്റർ അൻവർ സാദിഖ് വാഫിയെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരിക്കാൻ വേണ്ടി മിസ്റ്റർ ഹാരിസ് കെ പി, വൈസ് പ്രസിഡന്റ് ഓഫ് ആദവനാട് പഞ്ചായത്ത് ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അടുത്തതായി മിസ്റ്റർ അൻഷിഫ് വാഫി. അൻഷിഫ് വാഫിക്ക് അവാർഡ് നൽകാനായി കൗൺസിലർ മിസ്റ്റർ സദാനന്ദൻ കോട്ടീരിയെ ആദരവോടെ ക്ഷണിക്കുന്നു. അടുത്തത് ഈ വർഷം നമ്മുടെ സ്ഥാപനത്തിൽ അധ്യാപകരായ 3 പേർ വാഫി ഗ്രാജുവേഷൻ പൂർത്തീകരിച്ച് കഴിഞ്ഞ വാഫി ഫെസ്റ്റിൽ വെച്ച് അവർ സർട്ടിഫിക്കറ്റ് നേടിയ 3 വാഫിമാരെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി ആദരിക്കപ്പെടുന്നത് സ്ഥാപനത്തിൻ്റെ മുഹമ്മദ് റാഫിൽ വാഫിയെ സാദരം ക്ഷണിക്കുന്നു. നൽകുന്നത് മാനു പുല്ലാട്ടിലിനെയും നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അടുത്തത് ബാസിദ് വാഫി നൽകുന്നതിന് വേണ്ടി സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ സുൽഫിഖ് അലി സാദറെ സാദരം ക്ഷണിക്കുന്നു. സാദിഖ് വഫി നൽകുന്നത് സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ഇസ്മായിൽ സർ. Next up, felicitation. Haris TP, Vice President, Adavanad Panchayat. Abida Mansoor. Welcome, sir. I never write this. ഏറെ ബഹുമാനം നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷൻ മുസ്തഫ പാറമ്മൽ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത MLA ആബിദ് ഹുസൈൻ തങ്ങൾ, വളാഞ്ചേരി കൗൺസിലർ സദാനന്ദൻ, ഹസ്നയ്യ, ആബിദ മൻസൂർ അടക്കമുള്ള ഇസ്മായിൽ ആദവനാട് അടക്കമുള്ള ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടേഴ്സ്, മറ്റു വേദിയിലുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അസ്മ സലീം അടക്കം ഒരുപാട് പേരുണ്ട്, മറ്റു വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, വിദ്യാർത്ഥിനികളെ പേരൻസ്. ഒരുപാട് സമയം ഈ ഒരു ഇനാഗുരൽ പ്രോഗ്രാം നീണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിയാം. നിങ്ങളൊക്കെ കുട്ടികളുടെ പരിപാടി കാണാനിരിക്കുകയാണെന്നുള്ളത് അറിയാം. ബോധ്യമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സംസാരത്തിലേക്കൊന്നും കടക്കുന്നില്ല. എന്നിരുന്നാലും പറയട്ടെ, കഴിഞ്ഞ 13 വർഷക്കാലമായി ഒരു സ്കൂൾ വിജയകരമായി കൊണ്ടുപോകുക എന്നുള്ളത് ശ്ലാഘനീയമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം നമുക്ക് നൽകുന്ന സാംസ്കാരിക ബോധമാണ് മനുഷ്യനെ മനുഷ്യനായി കാണുക, മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളത്. എങ്കിലും പലപ്പോഴും വിദ്യാഭ്യാസമെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന അക്ഷരാഭ്യാസവും പുസ്തകത്തിൽ നിന്നുള്ള മറ്റു പലതും മാത്രമല്ല, മനുഷ്യനെ മനുഷ്യനായി കാണാനും നമ്മൾ മാത്രമല്ല ഈ ലോകത്ത് മറ്റു പല ജീവജാലങ്ങളും സംസാരിക്കുന്നതും സംസാരിക്കാത്തതുമായ ഒരുപാട് ജീവജാലങ്ങളും നമ്മളെപ്പോലെയുള്ള മനുഷ്യരുമുണ്ട് എന്നുള്ള ബോധ്യമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. മതരാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം മാനുഷിക മൂല്യത്തിന് വില കൽപ്പിക്കുന്ന ഏറ്റവും വലിയ ജനായത്ത ഭരണമുള്ളൊരു രാജ്യത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്.
ഈ ഒരു ബോധ്യം മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉന്നതിയിലെത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ 13 വർഷമായി ഏറ്റവും നല്ല രീതിയിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. എന്നിരുന്നാലും കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ഈ ഒരു സമയം യൂസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന്